അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ സപ്ലൈക്കോയുടെ ആട്ടപ്പൊടിയാണ്. ഈ മാവ് കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് തേങ്ങ വേണം. പിന്നെ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മാവൊന്ന് നനച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ പുട്ടിന് നല്ല സോഫ്റ്റ് കിട്ടും. ഇനി ഓയിലും ഉപ്പും കൂടെ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് നനച്ചെടുക്കാം. തിളപ്പിച്ച വെള്ളമല്ല കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഈ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ്